നമ്മൾ എഴുതി y raised to k is equal to k plus 1 k plus 2 a k plus 2 എന്താ പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് 1 മൈനസ് 2k ഇൻറ്റു എ കെ ഈക്വൽ ടു 0 അങ്ങനെ എഴുതി. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യുക. ഇഫ് k ഈക്വൽ ടു 0 എന്താ നിങ്ങൾക്ക് കിട്ടണേ നോക്കിക്കേ. k ഈക്വൽ ടു 0. k ഈക്വൽ ടു 0ക്ക് എന്താ കിട്ടിയേ? y0 നമ്മൾ കൊടുത്ത ആൻസർ കിട്ടിയത് 2a2 പ്ലസ് 2a2 പ്ലസ് ആൽഫ ബൈ ബീറ്റ മൈനസ് 1 ഇൻറ്റു a0 ഈക്വൽ ടു 0 അല്ലേ? 0. അപ്പോൾ ആ ജനറൽ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നിങ്ങൾക്ക് കിട്ടി. ഇനി y റേസ് ടു 1 കണ്ടുപിടിച്ച് നിങ്ങൾ kക്ക് 1 കൊടുക്കാം. kക്ക് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്താ കിട്ടണേന്ന് നോക്കാം. y റേസ് ടു 1 കിട്ടിയോ? കിട്ടിയോ എല്ലാവർക്കും? കിട്ടി മിസ്. അപ്പോൾ ഇത് ഒരു കറക്റ്റ് ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് എന്താണ് എ കെ പ്ലസ് 2 എന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. നിങ്ങൾ തന്നെ ചെയ്യുക കേട്ടോ. എ കെ പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആൻസർ ഇവിടെ എഴുതാം. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കിട്ടിയോ എല്ലാവർക്കും? കിട്ടി മിസ്. ഒന്നുമില്ല, ഈ ഒരു ടേമിനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ട് എന്നിട്ട് പിന്നെ k+1 k+2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതിന് ഇക്വേഷൻ നമ്പർ 8 എന്ന് കൊടുക്കാം. ഇക്വേഷൻ നമ്പർ 8. This equation is known as recursion formula. Recursion formula. Recursion formula. എക്സാമിന് 1 വെയിറ്റേജ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റിക്കേർഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? ഈ 2 ക്വസ്റ്റ്യനും ചോദിക്കാനുണ്ട്. റിക്കേർഷൻ ഫോർമുല എന്താണ്, സിഗ്നിഫിക്കൻസ് എന്താണ്? അപ്പൊ റിക്കേർഷൻ ഫോർമുല എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്താ, എ കെ പ്ലസ് 2 ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. അതിൽ എന്താണ് ടേമുകൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അതാണ് ഫുൾ മാർക്ക് കിട്ടുക. ആൽഫ എന്താണ് 2me/h ക്രോസ്, ബീറ്റ എന്താ 2πμm, അതൊക്കെ എഴുതണം. മനസ്സിലായോ? ഇനി വേർ k ഈസ് എൻ ഇൻറ്റിജർ. K is an integer. ഇനി എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ? ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് എ കെ പ്ലസ് 2ന്റെ കോഎഫിഷ്യന്റ് എ കെയുടെ ടേമിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇറ്റ് പെർമിറ്റ് ദ കാൽക്കുലേഷൻ ഓഫ്
ഇറ്റ് പെർമിറ്റ് ദ കാൽക്കുലേഷൻ ഓഫ് coefficients ak plus 2 coefficients ak plus 2 in terms of coefficient ak in terms of coefficient ak plus 2 നമുക്ക് akയുടെ ടേമിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. അതായത് ഈവൺ നമ്പേഴ്സ് ആണ് നമുക്ക് ഇവിടെ കിട്ടണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഈവൺ ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓഡ് നമ്പേഴ്സിന്റെ ആണ് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡ് സെറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പൊ ഇങ്ങനെ എഴുതാം, we can obtain A2, A4, A6 in terms of A0 അല്ലേ? നിങ്ങൾ നോക്കിക്കേ, A0 പ്ലസ് 2 ചെയ്താൽ A2 കിട്ടും, A0 പ്ലസ് 4 ചെയ്താൽ A4 കിട്ടും, A0 പ്ലസ് 6 ചെയ്താൽ A6. അപ്പോൾ ഈവൺ സെറ്റ് നമുക്ക് ഈവൺ വേവ് ഫംഗ്ഷന്റെ പേരിൽ തന്നെ കിട്ടും. ഇനി in terms of A1 we can find out A3, A5, A7 etc. അപ്പൊ നമുക്ക് നമ്മൾ ഏറ്റവും ആദ്യം നിർത്തി വെച്ചിരുന്ന സ്ഥലം ഉണ്ട്, ഏതാ? എഫ് എന്ന് പറയുന്നത് എന്താന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഫ് എന്ന് പറയുന്നത് എന്താ? A0 പ്ലസ് A1 y പ്ലസ് A2 y സ്ക്വയർ പ്ലസ് എക്സെട്ര. അവിടെ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയത്. എഫ് ഈക്വൽ ടു A0 പ്ലസ് A1 y പ്ലസ് A2 y സ്ക്വയർ പ്ലസ് എക്സെട്ര. So we can written as f of y is equal to sigma ak y raised to k. ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ak y raised to k യുടെ ഈ സമ്മിനെ നമുക്ക് ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും, സിഗ്മ ak y raised to k. ഇനി ഇതിനെങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഓഡ് നമ്പേഴ്സും ഈവൺ നമ്പേഴ്സും ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇങ്ങനെ എഴുതാം, സിഗ്മ ak yk where k is even plus sigma ak y raised to where k is odd. ഇങ്ങനെ നമുക്ക് അതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം. അത് എവിടുന്ന് നമുക്ക് മനസ്സിലായേ? റിക്കർഷൻ ഫോർമുലയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്. ഈവൺ നമ്പേഴ്സിന് ഈവൺ ആയിരിക്കും, ഓഡ് നമ്പേഴ്സിന് ഓഡിന്റെ ടേമിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സമ്മാക്കി എഴുതും. ക്ലിയർ ആണോ? ഇനി ഈ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ലോങ് ആവും തോറും ഹയർ ഓർഡർ ടേംസുകൾ ഡിമിനിഷ് ചെയ്യും. അപ്പൊ നമ്മുടെ എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് ടെയ്ലർ സീരീസ് പോലെ ആയിരിക്കും ബിഹേവ് ചെയ്യുക. ക്ലിയർ ആണ് വിചാരിക്കുകയാണ് എഴുതുക. ഇഫ് ദ പവർ സീരീസ് എഫ് ഓഫ് വൈ, ഇതാണ് നമ്മുടെ എഫ് ഓഫ് വൈ. ഇഫ് ദ പവർ സീരീസ് എഫ് ഓഫ് വൈ is infinitely long, the higher order terms will diminishes. എങ്ങനെയുള്ള സീരീസിലെ ഹയർ ഓർഡർ ടേം ഡിമിനിഷ് ചെയ്യുന്നത്? ആ സീരീസിനെ പറയുന്ന പേരാണ് ടെയ്ലർ സീരീസ് എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് വൈ will behave like Taylor series എന്ന് പറഞ്ഞാൽ e raised to y square. അതിനെയാണ് Taylor series എന്ന് പറയുന്നത്. So we can write f of y is equal to e raised to y square. f of y is equal to e raised to y square. ക്ലിയർ ആണോ പറഞ്ഞത്? എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണോ? മിസ് ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി പറയോ? ഏതാ പറയണ്ടേ?
ടൈലർ സീരീസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നു അതായത് പറഞ്ഞില്ലേ? നമ്മൾക്കറിയാം എഫ് ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മൾ എഴുതി A0 പ്ലസ് A1y പ്ലസ് A2y സ്ക്വയർ പ്ലസ്. ഇനി നമുക്ക് അതിനെ ഈവൺ നമ്പേഴ്സും ആക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഓഡ് നമ്പേഴ്സുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. കാരണം നമ്മളത് റിക്വഷൻ ഫോർമുല വെച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഈ വൈയുടെ വാല്യൂ ഇൻഫിനിറ്റിയിലോട്ട് പോകും തോറും ഹയർ ഓർഡറുള്ള ടേമുകളെല്ലാം ഡിമിനിഷ് ചെയ്യും. അങ്ങനെ ഹയർ ഓർഡറിലുള്ള ടേമുകൾ ഡിമിനിഷ് ചെയ്യുന്ന പറയുന്ന ആ സീരീസിനെ പറയുന്ന പേരാണ് ടൈലർ സീരീസ്. ഇനി എന്താണ് ടൈലർ സീരീസ്? ഇ റേസ് ടു വൈ സ്ക്വയർ, അതിനെയാണ് നമ്മൾ ടൈലർ സീരീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എഫ് ഓഫ് വൈനെ എന്തായിട്ട് എഴുതാൻ പറ്റും? വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ സ്ക്വയർ എന്ന് എഴുതാനായിട്ട് പറ്റും. ക്ലിയർ ആണോ? ഓക്കെ മിസ്, ക്ലിയർ ആയി. അപ്പൊ നമ്മള് എഫ് ഓഫ് വൈക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. എന്താണ്? ഇ റേസ് ടു വൈ സ്ക്വയർ ആണെന്ന് കണ്ടുപിടിച്ചു അല്ലെ. നമ്മൾ ഇക്വേഷൻ നമ്പർ 5 ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇക്വേഷൻ നമ്പർ 5 എന്തായിരുന്നു നിങ്ങളുടെ ഇക്വേഷൻ നമ്പർ 5? എന്താ ഇക്വേഷൻ നമ്പർ 5? Psi is equal to e raised to എഫ് ഓഫ് വൈ ഇൻറ്റു മൈനസ് വൈ സ്ക്വയർ y സ്ക്വയർ ബൈ 2. ആ എഫ് ഓഫ് വൈ ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. എന്താ എഫ് ഓഫ് വൈ നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? ഇ റേസ് ടു വൈ സ്ക്വയർ അല്ലേ, ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. ഈ എഫ് ഓഫ് വൈ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പണികൾ നമ്മൾ ചെയ്തത്. അപ്പൊ എഫ് ഓഫ് വൈ കിട്ടി ഇ റേസ് ടു വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. ഇനി ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇത് ചെയ്യുമ്പോൾ എത്രയാ വാല്യൂ കിട്ടണേന്ന് നിങ്ങൾ നോക്കിക്കേ. എന്താ വാല്യൂ കിട്ടണേ? ഇ റേസ് ടു വൈ സ്ക്വയർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ബൈ 2. എന്താ ചെയ്യുക? ഇ റേസ് ടു എ ഇൻറ്റു ഇ റേസ് ടു ബി. നമ്മൾ എന്ത് ചെയ്യും? ഇ റേസ് ടു എ പ്ലസ് ബി. അതുപോലെ ഇവിടെ എന്ത് ചെയ്യും? വൈ സ്ക്വയർ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് വൈ സ്ക്വയർ ബൈ 2. വൈ സ്ക്വയർ പുറത്തെടുക്കുക. ഇ റേസ് ടു വൈ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 1 ബൈ 2. 1ൽ നിന്ന് ഹാഫ് ചെയ്ത് എന്താ കിട്ടുക? ഇ റേസ് ടു വൈ സ്ക്വയർ ബൈ 2. കിട്ടിയോ? സൈസ് ഈക്വൽ ടു ഇ റേസ്. ഇനി ഇക്വേഷൻ നമ്പർ എത്രയാ കൊടുക്കണ്ടേ? 9. ഇനി ഇത് നോക്കിക്കേ, ഇതിനൊരു പ്രശ്നമുണ്ട്. നമുക്ക് ഇപ്പൊ കിട്ടിയിരുന്ന സൊല്യൂഷൻ എന്താ? സൈസ് ഈക്വൽ ടു ഇ റേസ് ടു വൈ സ്ക്വയർ ബൈ 2 എന്നാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന കംപ്ലീറ്റ് സൊല്യൂഷൻ. പക്ഷെ നമ്മൾ ഇത് ആദ്യമേ പറഞ്ഞത് ഇത് എന്തല്ല, ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ അല്ല. കാരണം വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ എന്ത് സംഭവിക്കും? ഇ റേസ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ് സൈയുടെ വാല്യൂ എന്താ കിട്ടുക? ഇൻഫിനിറ്റി ആണ് കിട്ടുക. നമുക്കറിയാം സൈയുടെ വാല്യൂ എന്ത് കിട്ടണം? ഫൈനൈറ്റ് കിട്ടണം. അപ്പൊ ഇത് എന്തല്ല, ഒരു ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള വേവ് ഫംഗ്ഷൻ അല്ല. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഡെറിവേഷൻ എടുക്കാൻ പറ്റില്ല. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഇവിടെ വരെ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് ഇ റേസ് ടു വൈ സ്ക്വയർ ബൈ 2 ആണ്, which is not an unacceptable, which is not a acceptable wave function, which is not acceptable wave function. എന്തുകൊണ്ട് ആക്സെപ്റ്റബിൾ അല്ലാത്തത്? വൈയുടെ വാല്യൂ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ സൈ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലോട്ട് ലീഡ് ചെയ്യും. ഇവിടെ വരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് ഒന്ന് ബ്രേക്ക് എടുക്കാം. ഇത്രയും സമയം പറഞ്ഞതല്ലേ, അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. 10:45 ഇനി എൻട്രി ചെയ്താൽ മതി കേട്ടോ.